കഥയോ തിരക്കഥയോ പ്രമേയമോ നല്ല ഡയലോഗ് പ്രസന്റേഷനുകളോ വൈകാരിക മുഹൂർത്തങ്ങളോ ത്രസിപ്പിക്കുന്ന ഉദ്വേഗജനകമായ സീനുകളോ പ്രണയ മുഹൂർത്തങ്ങളോ നല്ല ഡാൻസോ നല്ല ഗാനങ്ങളോ അഭിനയം മികവ് പുലർത്തുന്ന നടീനടന്മാരോ നല്ല സിനിമറ്റോഗ്രാഫിയോ ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ ഒരു കാര്യത്തിലും മികവ് പുലർത്താത്ത ചിത്രങ്ങളൊക്കെ 100 കോടി ക്ലബിൽ നിഷ്പ്രയാസം കടന്നു കയറുന്നു. അതെടുത്തവർക്ക് പോലും അറിയില്ല ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെ വിജയിച്ചു എന്ന്. ഇത്തരം ചില ചിത്രങ്ങളിലെല്ലാം കാണുന്ന ചില പൊതു കാര്യങ്ങളുണ്ട്. പല സിനിമകളിലും പഴയകാല സിനിമകളിലെ അനേകം ബാക്ക് റെഫറൻസുകൾ, അതായത് പഴയ സിനിമകളിലെ ഡയലോഗുകൾ, പേരുകൾ, തമാശകൾ, സാഹചര്യങ്ങൾ ഇവയെല്ലാം അതേപടി എടുത്തിട്ട് പഴയ സിനിമകളുടെ ഓർമ്മകളിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പരിചിത ഫീൽ ഉണ്ടാക്കിയെടുക്കുക. പഴയകാല ഹിറ്റ് ഗാനങ്ങൾ അതേപടി സീൻ മാത്രം മാറ്റി ആവർത്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ പ്രതിഭയുടെ അതിതീവ്രമായ ദാരിദ്ര്യം ഈ ഹിറ്റ് സിനിമകളിലൊക്കെ വളരെ വ്യക്തമാണ്. എന്തായിരിക്കും ഈ കടുത്ത പ്രതിഭാദാരിദ്ര്യത്തിന്റെ കാരണം? നമുക്ക് നോക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതാനുഭവങ്ങൾ വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് ആദ്യ കാരണം. പണ്ട് സമൂഹത്തിൽ നിലനിന്നിരുന്ന കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യങ്ങൾ, തൊഴിലില്ലായ്മ, അരക്ഷിതാവസ്ഥ, ജീവിത സൗകര്യങ്ങളിലെ കുറവുകൾ, ചികിത്സാ സൗകര്യങ്ങളിലെ പോരായ്മകൾ, അതുപോലെ തന്നെ മുൻപോട്ടുള്ള ഭാവി എന്തായിരിക്കുമെന്നോ എങ്ങനെയായിരിക്കുമെന്നോ എന്നതിനെക്കുറിച്ചുള്ള കടുത്ത ആശങ്കകൾ, അരക്ഷിതാവസ്ഥകൾ ഇന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അക്കാലത്ത് നിന്നിരുന്ന കടുത്ത ചൂഷണങ്ങളും അവയ്ക്കെതിരെ സമൂഹത്തിൽ ഉടലെടുത്ത വിപ്ലവ ചിന്തകളും അതിജീവനത്തിന് വേണ്ടിയുള്ള ക്ലേശത, സ്വപ്നങ്ങൾ കാണുവാനുള്ള ധാരാളം സമയവും കഴിവും, സ്ത്രീ പുരുഷ ബന്ധത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന ശക്തമായ കെട്ടുപാടുകൾ, പ്രണയം, ലൈംഗികത തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന വിലക്കുകൾ, സ്ത്രീകൾക്ക് മാത്രമായി കൽപ്പിക്കപ്പെട്ടിരുന്ന വളരെ രൂക്ഷമായ പരിമിതികൾ, മതങ്ങളുടെ ഭയങ്കരമായ വേലിക്കെട്ടുകൾ, അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന പരസ്പരമായിട്ടുള്ള ആശ്രയബോധവും സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളുടെയും ആഴങ്ങൾ, ആചാരങ്ങളുടെ മാമൂലുകൾ, ഇങ്ങനെ 100-ലധികം അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളുടെ ഒരു സമ്മേളനം ഈ പറയുന്ന അതിവൈകാരികതയിൽ കഥകൾ പറയുവാൻ ആളുകൾക്ക് അവസരം നൽകിയിരുന്നു. പ്രണയം അതിൻ്റെ എല്ലാ വിശുദ്ധിയിലും അനുഭവിക്കാൻ പറ്റിയ ഒരു തലമുറ അന്നുണ്ടായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ലോട്ടറി അടിക്കുക എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു. പ്രണയത്തിൻ്റെ വിശുദ്ധി എന്ന ഒന്നുണ്ടായിരുന്നുവെന്ന് ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് വിവരിച്ചു കൊടുക്കുവാൻ തന്നെ ഒരുപക്ഷെ നമുക്ക് 1 മണിക്കൂറെങ്കിലും വേണ്ടിവരും. കാരണം 20 വർഷങ്ങൾ കൊണ്ട് ഈ ലോകത്തുണ്ടായ മാറ്റം കഴിഞ്ഞ 200 വർഷം കൊണ്ടുണ്ടായ മാറ്റത്തെക്കാൾ എത്രയോ അധികമാണ്. ഇത്തരം അതിശക്തമായ വൈകാരിക സാഹചര്യങ്ങൾ ജന്മം നൽകിയ പ്രതിഭയുടെ ധാരാളിത്തം പേറുന്ന അനേകം ആളുകളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. സിനിമ തന്നെ തങ്ങളുടെ ജീവിതമെന്ന് കരുതി നടന്നിരുന്നവരാണ് അന്നത്തെ ഭൂരിപക്ഷം സിനിമാക്കാരും. അതുകൊണ്ട് തന്നെ അവരുടെ അർപ്പണബോധവും ആത്മാർത്ഥതയും കഠിനാധ്വാനവും നല്ല സൃഷ്ടികളിലേക്ക് നയിച്ചു. ഇന്ന് സിനിമ എന്ന് പറയുന്നത് ആർക്കും ഒരു സീരിയസ് അഫെയർ അല്ല, പണം മുടക്കുന്നവന് പോലും. തീവ്ര വൈകാരികതകളും കാൽപ്പനികതയും പ്രണയവും വിരഹവും വേദനയും എല്ലാം കനീഭവിച്ചുടലെടുത്തിരുന്ന ഗാനങ്ങൾ. ഹോളിവുഡ് സിനിമകളിൽ പ്രണയത്തെ കാണിക്കാൻ അവർക്കുള്ള ഏക മാർഗം വളരെ തുറന്നു തന്നെ കാണിക്കുന്ന ഒരു ലൈംഗികതയായിരുന്നു. എന്നാൽ നമ്മൾ അത് നല്ല ഗാനങ്ങളിലൂടെ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഗാനങ്ങളൊക്കെ നിത്യഹരിതമായി നമ്മുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട്. ഈ 2024 നടക്കുന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ തന്നെ കുട്ടികൾ പാടുന്ന ഗാനങ്ങൾ ശ്രദ്ധിക്കൂ. അവർ ജനിച്ചതിന് ശേഷമുള്ള ഒരു പാട്ട് പോലും അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല, ഒരു മരുന്നിന് പോലും. പല കുട്ടികളും തിരഞ്ഞെടുത്ത് പാടുന്ന ഗാനങ്ങളാകട്ടെ തങ്ങളുടെ മാതാപിതാക്കന്മാർ പോലും ജനിക്കുന്നതിന് മുമ്പുള്ള ഗാനങ്ങളാണ്. മറ്റൊരു ദുരന്തം പറയാം. പൊളിറ്റിക്കലി കറക്റ്റ്നസ് ആകാൻ ശ്രമിച്ചപ്പോഴുണ്ടായ ഒരു അപജയം. അത് സിനിമയുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെടാൻ കാരണമായി. എല്ലാ തരത്തിലുള്ള ആളുകളെയും ചിന്തകളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം സിനിമ. ഒരു ഉദാഹരണം നോക്കൂ. നായകനെ വില്ലന്മാർ അടിച്ചു കൊല്ലുകയാണ്. അവൻ്റെ പെൺസുഹൃത്തിനെ അതിനുശേഷം അവർ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു സീൻ. ഇത് കാണിക്കുമ്പോൾ നിയമപരമായ
മുന്നറിയിപ്പ് സ്ക്രീനിന്റെ താഴെ വരുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം കുറ്റകരമാണ്. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ പാടില്ല. പുകവലി പാടില്ല. എന്ത് സെൻസില്ലാത്ത സെൻസർ ബോർഡിസമാണിത്. ഇവിടെ ഒരാളെ കൊന്ന് തള്ളിയതാണ്, അത് കുറ്റമല്ലേ? ലിംഗവിവേചനം അവസാനിപ്പിച്ച് ലിംഗസമത്വം വരുത്തുവാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിൽ സംഭവിച്ച മറ്റൊരു അപജയം കൂടിയുണ്ട്. കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യപാനം, പുകവലി തുടങ്ങി സമൂഹത്തിൽ തീർത്തും വർജിക്കേണ്ട ചില തിന്മകളെ മഹത്വവൽക്കരിക്കുകയും സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ സ്ത്രീകൾ ഇതൊക്കെ യഥേഷ്ടം ഉപയോഗിക്കുന്നത് എന്തോ മഹത്തരമായ കാര്യമായി സിനിമകളിൽ കാണിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഫെമിനിസം പോലെ വളരെ മഹത്തരമായ ഒരു ആശയം നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ കൊണ്ടെത്തിച്ചത് അമേരിക്കയിലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലും അവർ പോലും തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്ന അരാജകവാദം, അനാർക്കിയിലേക്കാണ്. ഇതിൻ്റെ പ്രതിഫലനവും സിനിമകളിൽ വളരെ സ്പഷ്ടമാണ്. ഗുണ്ടകളെ മഹത്വവൽക്കരിക്കുക, മയക്കുമരുന്നുകളുടെ ഉപയോഗം, അനേകം പങ്കാളികളുമായി യഥേഷ്ടം ബന്ധപ്പെടുക തുടങ്ങിയവയ്ക്കൊക്കെ ന്യൂ നോർമൽ എന്ന് പേരിടുക. അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ കഞ്ചാവ് കൊണ്ട് കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വലിയ ആഘോഷമായി കാണിച്ചിരുന്നു. ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഏറ്റവും നല്ല കാര്യം യാത്ര ചെയ്യുക എന്നതാണ്. പക്ഷേ ടൂറിസ്റ്റായി 10 ദിവസം കൊണ്ട് 14 രാജ്യങ്ങൾ കറങ്ങി തിരിച്ചു വന്നാൽ ലോകം കണ്ടവരാകില്ല. നിങ്ങൾ എത്ര രാജ്യത്ത് കാലുകുത്തി എന്നതല്ല കാര്യം, നിങ്ങൾ എങ്ങനെ ലോകത്തെ കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ നല്ല ഭാവനയും അനുഭവമുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കുക. നല്ല ഭാവനയുള്ള വിദേശ സംവിധായകരുടെ സിനിമകൾ കണ്ടു നോക്കി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവുക. എന്തിനു പറയുന്നു, ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഉണരുകയും അവിടെ ജീവിക്കുകയും അവിടെ തന്നെ കിടന്നുറങ്ങുകയും ഭക്ഷണ സമയത്ത് പോലും ഫോണൊന്ന് താഴെ പോലും വെക്കാൻ സാധിക്കാത്ത പുതുതലമുറയും പഴയ തലമുറയും ഫോണിൽ നിന്ന് കണ്ണെടുത്തിട്ട് വേണമല്ലോ അടുത്തിരിക്കുന്ന ആളെയെങ്കിലും കാണുവാൻ. ഏറ്റവും നിരാശാജനകമായ മറ്റൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ ഹിറ്റായ നവ എഴുത്തുകാരിൽ പലരും തുറന്നു പറയുന്നു, ഞാനങ്ങനെ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല, പക്ഷെ എഴുതും. എങ്ങനെ ഇരിക്കണം. നന്ദി.